കഴിഞ്ഞ ദിവസം ആൾക്കൂട്ട ആക്രമണത്തിൽ വാളയാറിൽ മരണപ്പെട്ട ആ സഹോദരൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ കാണുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് രാംനാരായണൻ്റെ ശരീരത്തിൽ 40-ലധികം മുറിവുകളുണ്ട് എന്നാണ്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇനി മുറിവാകാൻ ഒരു ഇടവും ബാക്കിയില്ല എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളുണ്ട്, ഞാനത് പോസ്റ്റ് ചെയ്യാത്തതാണ്. കാരണം എനിക്ക് തന്നെ അത് കാണുമ്പോൾ എന്തോ പോലെ. നമ്മൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്ക്, മനുഷ്യർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറാൻ പറ്റുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പ്രവാസികളാണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ വീടുകളിലുണ്ട്. നമ്മളൊരു ദിവസം ന്യൂസ് കാണുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തുറന്ന് നോക്കുമ്പോൾ അതിൽ നമ്മളെ വീട്ടിലെ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളറിയുന്ന ആരെങ്കിലും, നമ്മളെ സഹോദരങ്ങളോ ഇങ്ങനെ വഴിയരികിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് മരിച്ചു എന്ന ന്യൂസ് കാണുമ്പോൾ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അതേപോലെ തന്നെയല്ലേ അദ്ദേഹത്തിന് ഒരു കുടുംബമല്ലേ? അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ കാത്തു നിൽക്കുന്ന ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, മാതാപിതാക്കളുണ്ടാവും. എന്താണ് അച്ഛൻ വിളിക്കാത്തത് എന്ന് കാത്തു നിൽക്കുകയായിരിക്കും അവരെ മുമ്പിലേക്കാണ് ഈ വാർത്ത എത്തുന്നത്. നമ്മളാണ് ഇങ്ങനെ ഒരു വാർത്ത കാണുന്നതെങ്കിൽ, നമ്മളെ കൂടപ്പിറപ്പാണ് ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ നമ്മൾ എത്രമാത്രം വേദനിക്കും. അതേപോലെ തന്നെയല്ലേ ആ കുടുംബത്തിനും ഉണ്ടാകുക. ഫസ്റ്റ് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ രാജ്യം വിട്ട് അല്ലെങ്കിൽ സംസ്ഥാനം വിട്ട് ജോലി ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ സുഖം കൂടിയിട്ടല്ല. ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെയാകുമ്പോഴാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടുംബം മറന്ന്, കൂട്ടുകാരെ മറന്ന്, നാട്ടുകാരെ മറന്ന് നമ്മൾ തൊഴിൽ തേടി പോകുന്നത്. അവിടെ നമുക്കിങ്ങനൊരു അവസ്ഥ വരുമ്പോൾ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മളിൽ ഒരുപാട് ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. നാട് വിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ പ്രവാസികളാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ മുൻവിധിയോട് കൂടിയിട്ട് ആൾക്കാരെ ആക്രമിക്കാൻ നിൽക്കുന്നത്? ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നാട്ടിൽ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ശരി തന്നെയാണ്, ന്യൂസ് ഞാനും കാണുന്നതാണ്. പക്ഷേ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ശരി, മലയാളീസിൽ ഒരുപാട് അക്രമങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ഇവിടെ ഈ രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് കരുതിയിട്ട് നമ്മളോടൊക്കെ അവരങ്ങനെ പെരുമാറുക, നമ്മളെയൊക്കെ അവർ ആ കണ്ണിൽ കണ്ട് ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. ഇല്ലെങ്കിൽ അവർക്ക് ഐഡൻറ്റിറ്റി ഇല്ലേ, അവർക്ക് രേഖകളില്ലേ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. അവരതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ നമ്മൾ തന്നെ നിയമം കയ്യിലെടുത്ത് ഇങ്ങനെ തെരുവിൽ ഓരോ ആൾക്കാരെ കൊന്നിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക്? ഫസ്റ്റ് മധു എന്ന് പറയുന്ന ഒരാളെയാണ് ആൾക്കൂട്ട ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. അത് നമ്മളെ തലൻ്റെ മുകളിൽ നിൽക്കുക. എല്ലാ മലയാളികളുടെ തലൻ്റെ മുകളിലും അതുണ്ട്. അതിൻ്റെ അടുത്താണ് ഈ സംഭവങ്ങൾ കൂടി. ഇതൊക്കെ നമ്മൾ യു-പിയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ കേട്ട കാര്യങ്ങളാണ് നമ്മളെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. ഈ കുറ്റവാളികൾ ആരാണോ അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് മറ്റുള്ളവർക്ക് ഇനി അത് ചെയ്യാൻ പേടിയാകുന്ന രീതിയിലുള്ള ശിക്ഷകൾ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.